എന്റെ മൊയ്തുക്ക ഈ ഓഞ്ഞ മരത്തിനാണ് ഞാൻ കണ്ട ₹1,00,000 ചെലവാക്കുന്നത്. നിങ്ങൾ എവിടുത്തെ മരക്കച്ചവടക്കാരനാണ്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് സത്യത്തിൽ മരക്കച്ചവടം അറിയോ? എന്ത് ഭർത്താന സത്യശീല പറയണേ? ഇജ്ജെന്നല്ലേ പറഞ്ഞേ മരക്കച്ചവടത്തിൽ നിങ്ങളെ ബലാൻ ആരാ ഉള്ളതെന്ന് ചോദിച്ച ആളല്ലേ ഈ? അങ്ങനെ ഈമാരി വർത്താനം പറയാ? ഞാൻ ഗൾഫിൽ പോയി അധ്വാനിച്ചുണ്ടാക്കിയിട്ടുള്ള പൈസയാണ് നിങ്ങളുടെ വാക്ക് കേട്ടിട്ടാണ് ഇതിനകത്തേക്ക് എടുത്ത് ചാടിയത്. അല്ല നമ്മളിപ്പോ ഇങ്ങനെ ഇപ്പൊ ഈ കൈക്കൂലി വകയിൽ ചിലപ്പോൾ നമ്മൾ കൊടുത്തുണ്ടാക്കും ചെറിയ ചെറിയ കൈക്കൂലി. ഇത് വലിയ കൈക്കൂലി മേടിച്ചാൽ വരും. അതാണേ കൈക്കൂലി മേടിച്ചാണെന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെയല്ലേ? നിങ്ങൾ അവിടെ കൊടുക്കുക ഇവിടെ കൊടുക്കുക ചെയ്തല്ലോ കൊടുക്കുക പറയുമ്പോൾ എടുത്ത് ഇങ്ങനെ കൊടുക്കല്ലേ? ഇതിങ്ങനെ എടുത്തു കൊടുക്കാൻ ഞാനവിടെ അങ്ങനെ കൊണ്ടുപോയി പാത്ത് വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. നിങ്ങളല്ലേ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്വാധീനം എനിക്ക് നേരിട്ട് കാണാന്ന് പറഞ്ഞു. എന്താ കണ്ട്? അതിന് കാര്യമുണ്ട് സത്യശീല. അവിടെ 2-3 ആൾക്കാർ മാറിപ്പോയി, പുതിയ ആൾക്കാർ വന്ന്. ഓർക്ക് നമ്മളെ വലിയ പിടുത്തമില്ല. ഒന്നും മുണ്ടാണ്ടക്കും കാക്ക നിങ്ങൾക്ക് വെറുതെ ഓരോന്ന് കവ 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 കവാന്ന് പറഞ്ഞെടുക്കാന്നല്ലാതെ ഞാൻ അതിലേക്ക് വന്നു വിട്ടു. അതാണ് വിത്തന. അങ്ങനെ പറയല്ലേ നിങ്ങളിപ്പോ ഇമ്മറല്ലേ കണ്ടുള്ളൂ. തേക്കൊക്കെ കാണാണ്ട് അതൊക്കെ പോയി കണ്ടൊക്കെ പറയാം എന്താന്നുള്ളത്, ഓടാണോ അല്ലെങ്കിൽ ഇതാണോ എന്നുള്ളത്. അതെ, ₹8,00,000 ഇതിന് ചെലവാവുള്ളതിൽ ഞങ്ങൾ പറഞ്ഞത് അല്ലേ? ബാക്കി കൈക്കൂലൊക്കെ പാടെ കൂടിയിട്ട് കയറി വന്നത് ₹2. 8 2 10. ശരി, എന്നാ അതാണ് പോട്ടേന്ന് വിചാരിച്ചു. ഇതിപ്പോ എന്താണ് സ്ഥിതി? കൈക്കൂലിയായിട്ട് നമ്മൾ കൊടുത്ത പൈസ എത്രയാണ്? ഏകദേശം ₹15 കയ്യിൽ നിന്ന് ചെലവായി കഴിഞ്ഞു. കൈവിട്ട് പോയി നമ്മളെ കൈമെന്ന്. ഇതെല്ലാം കൂടെ മറിച്ച് വിറ്റാൽ തന്നെ ₹15 കിട്ടുമോ? 15 ഒന്നല്ലോ, ₹16 എന്തായാലും കിട്ടും. ₹16 കിട്ടും. ഈ ₹1,00,000 വേണ്ടിയിട്ടാണ് അത്ര നേരം കിടന്ന് കഷ്ടപ്പെട്ടത്. നിങ്ങളുടെ മോളെ കല്യാണം നടത്തണ്ടേ? അതും വേണം. വേണം. നിങ്ങളിങ്ങനെ ഒലക്ക മുണിങ്ങന്മാര് നിൽക്കാതെ മരം മുറിക്കാൻ പറയും കാക്ക. അങ്ങോട്ട് മുറിച്ചോടോ നോക്കിക്കണ്ടേ. മുറിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഈ നക്കാപ്പിച്ച വർത്താനം കേൾക്കുമ്പോൾ എനിക്കൊരു സംശയമുണ്ട്. മരം മുറിക്കാൻ ₹10,000-50,000 വരും, കൂലി മാത്രം. അതുണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ട് മതി ബാക്കി കാര്യം. അല്ല, ഒരു ₹50,000 കൂലി കൊടുക്കുന്നുണ്ട് മരം മുറിക്കാൻ. ₹50,000 ഞാൻ എവിടുന്നെടുത്ത് കൊടുക്കാനാ? ഞാൻ എവിടുന്ന് കൊടുക്കാനാണ്? ചങ്ങായി, ഞാൻ ₹50,000 തരാം. ഇപ്പൊ അതിൽ 50,000, 1,50,000 പോയില്ലേ? പോയില്ലേ? അതിന്റെ അപ്പുറം 2,500 കൂട്ടണം. അതിന് ആ മുകളിലോട്ട് നോക്ക്, KSEBിന്റെ ലൈൻ അത് മാറ്റണം, എന്നാലേ മുറിക്കാൻ പറ്റൂ. ₹2,500 അതും ആവും. പോയിട്ട കാക്ക അങ്ങടെ തലക്കകത്ത് എന്താണ് കുതിര ചാണകോ? നിങ്ങൾ ആദ്യം ഈ മരം ഇവിടെ നിൽക്കുമ്പോൾ ആദ്യം ഇലക്ട്രിസിറ്റിയുടെ ഈ കമ്പി മാറ്റാനുള്ള പരിപാടി ഞങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അല്ല, ഇലക്ട്രിസിറ്റിന്റെ ലൈനൊക്കെ എല്ലായിടത്തും ഉള്ളതല്ലേ? ഇനി 2,500 എങ്കിൽ 2,500 അത് ഞാൻ കൊടുക്കാം. അതെ, എനിക്ക് ഈ കച്ചവടത്തിൽ 5 പൈസ ലാഭം വേണ്ട. ഞാൻ ഇറക്കിയ പൈസ എനിക്ക് തിരിച്ചു കിട്ടിയാൽ മതി. അത് കിട്ടൂ. എന്താണ് ചങ്ങായി കണ്ണും തുറച്ച് നിൽക്കുന്നത്? വെട്ടിക്കൂടെ നിങ്ങൾക്ക്? അങ്ങോട്ട് വെട്ടാനുള്ള പണി നോക്കണോ? തമ്പുരാനെ, എന്റെ തല തച്ചു പൊളിക്കാനുള്ള നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി കാക്ക ഈ ചാണകത്തിൽ ചവിട്ടിയമാരുള്ള ആൾക്കാരെ? വേഗം ഒന്ന് പണിയെടുത്തുള്ളൂ. ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ മരം മുറിക്കുന്നത്? നിങ്ങളാരാണ്? നിങ്ങൾ ആരോട് ചോദിച്ചിട്ടായി മരം മുറിക്കുന്നത്? ഞങ്ങൾ ഇതിന്റെ സംരക്ഷകരാണ്. ഞങ്ങൾ പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ നേതാക്കളാ. നിങ്ങൾ ഈ ആരോട് ചോദിച്ചിട്ടാണ് ഈ മരം മുറിക്കുന്നത്? നമ്മളെ പഞ്ചായത്തിനോട് ചോദിച്ച്, PWDയോട് ചോദിച്ച്, വനം വകുപ്പിനോട് ചോദിച്ച്, അങ്ങനെ പൈസ കൊടുത്ത് നിക്ഷേപിച്ചിട്ടാണ് നമ്മൾ മുറിക്കണേ. അങ്ങനെ കണ്ണി കാണുന്ന മരങ്ങളെല്ലാം മുറിക്കാനൊന്നും പറ്റില്ല. ഞങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ അതിന് ഞങ്ങൾ അനുവദിക്കില്ല. പാട്ടിന് പോകാൻ ഒന്നുമില്ല. 10-15 ലക്ഷം റുപ്യ ചെലവാക്കിയിട്ട് ഞങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള മരമാണ് ഇത്. മുറിക്കാൻ ഞങ്ങൾക്ക് ആരോടും ചോദിക്കണ്ട. ഇത് നിങ്ങൾ തട്ടുപിടിച്ച മരമാണോ? അല്ലല്ലോ, അല്ലല്ലോ. ഈ മരം മുറിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് നിങ്ങൾക്ക് അറിയാമോ? എന്ത് ഭവിഷ്യത്ത്? ഈ മരം മുറിച്ചാൽ ഇതിൽ വസിക്കുന്ന അനേകായിരം പക്ഷികൾ അവറ്റകൾ എവിടെ പോയി വസിക്കും? സുഹൃത്തെ, സൂക്ഷിച്ച് സംസാരിക്കണം. നിങ്ങളുടെ വീട് തകർത്ത് നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇമ്മാരി റോഡ് സൈഡിലുള്ള മരം മുന്നിട്ട് അവിടെ ഒരുപാട് ആൾക്കാർ മയ്യത്താവണം. അതറിയോ നിങ്ങൾക്ക്? അപകടകാരിയായ ഒരു മരത്തിന്റെ പേര് പറഞ്ഞ് നിരപരാധികളായ അനേകം മരങ്ങളെ നിങ്ങൾ വെട്ടിമുറിച്ച് കൊള്ളയടിക്കുന്നില്ലേ? ആര്? നിങ്ങൾ കൊള്ളക്കാരാണ്. ഒരു കാര്യം നമ്മൾ പറഞ്ഞ മനുഷ്യവിടെ പിരാന്തി പിടിച്ച് നിൽക്കാൻ കേട്ടോ. അതിനിടയ്ക്ക് വന്ന് ഇടങ്ങൊരു വർത്താനം പറഞ്ഞാലോ. നെഞ്ച് വെട്ടി പിളർന്നിട്ട് മതി നിങ്ങൾ ഇതിനെ. പിന്നെ വെട്ടിട്ടെന്നെ കാര്യം കാണിക്കണ്ട. സൂക്ഷിച്ച്. പിന്നെന്ത്? എന്താണ്? അത് വായിച്ചിട്ട് തീരുമാനിക്കും നിങ്ങൾ മുറിക്കണോ വേണ്ടത്. ഞാൻ കണ്ടതെടുത്തില്ല, ഒന്ന് വായിച്ചു നോക്ക്. എന്തേ? സ്റ്റേ ഓർഡർ ആണ്, കോടതിയുടെ സ്റ്റേ ഓർഡർ. ഇതാ വായിച്ചു നോക്കി. ഇനി മേലാലെങ്കിലും നിങ്ങളൊന്നും ഇത് ആവർത്തിക്കരുത്. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ?